അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിഷയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ ചോദ്യത്തിന് നേരെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഠിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന് വിശ്വസിക്കൽ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദാത്ത് എന്നതിൻ്റെ അർത്ഥം പഠിക്കണം, അതുപോലെ സിഫാത്ത് വിശേഷണങ്ങൾ അതിൻ്റെ അർത്ഥം പഠിക്കണം, അഫ്ആൽ പ്രവർത്തനങ്ങൾ. ദാത്ത് എന്നാൽ സത്ത എന്നർത്ഥം. അപ്പോൾ അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന വിശ്വസിക്കുന്നതിനാണ് എന്ത് പറയുക? ഓപ്ഷൻ ഉണ്ട്: ഇബാദത്ത്, ഷിർക്ക്, തൗഹീദ്. ശരിയായത് തൗഹീദ് എന്നാണ്. ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 2, പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് മരണശേഷവും നിലനിൽക്കുമ്പോൾ, പ്രവാചകരുടെ മുഅ്ജിസത്ത് മരണശേഷവും നിലനിൽക്കുമോ എന്നാണ് ചോദ്യം. അത് നിലനിൽക്കും എന്നാണോ അതോ നിലനിൽക്കില്ല എന്നാണോ, സാധ്യതയുണ്ട് എന്നാണോ? ശരിയായത് ഒന്നാമത്തേതാണ്, നിലനിൽക്കും. 3, ഷിർക്ക് എന്നാൽ എന്താണ് ഷിർക്ക്? അതിൻ്റെ ശരിയായ നിർവചനം തിരഞ്ഞെടുക്കുക. അങ്ങേയറ്റത്തെ ആദരവും ഭയഭക്തിയും, അതിനാണ് ഷിർക്ക് എന്ന് പറയുക. അതോ ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാത്തവർ ഉണ്ടെന്ന് വിശ്വസിക്കൽ, അതിനാണോ ഷിർക്ക് എന്ന് പറയുക? അതല്ല അള്ളാഹു ഏകനാണെന്ന് വിശ്വാസം, അതിനാണോ ഷിർക്ക് എന്ന് പറയുക? ശരിയായത് രണ്ടാമത്തെ ബ ആണ്. ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാത്തവർ ഉണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്. ഇനി 4, എന്താണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? നന്മ ചെയ്യാനുള്ള പ്രേരണ എന്താണ്? ഓപ്ഷൻ 1 നരക ഭയം, 2 സ്വർഗം കിട്ടും, 3 പരലോക വിശ്വാസം. ശരിയായത് ത ആണ്, പരലോക വിശ്വാസമാണ് നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. 5, യൂസുഫ് നബിയുടെ പ്രാർത്ഥന എന്തായിരുന്നു? യൂസുഫ് നബിയുടെ പ്രാർത്ഥന 1 റബ്ബി സിദ്നി ഇൽമൻ എന്നാണോ, 2 തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ അതാണോ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ എന്നതാണോ? ശരിയായത് ബ ആണ്, രണ്ടാമത്തത്. തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ. ഇനി 6, കൂട്ടത്തിൽ പെടാത്തത്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന് സെലക്ട് ചെയ്യാം. 1 ഇജ്മാഅ്, 2 ഖിയാസ്, 3 റിദ്ദത്ത്, 4 ഖുർആൻ. ഇതിൽ ഇജ്മാഉം ഖിയാസും അതുപോലെ ഖുർആനും ഇത് 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. പക്ഷേ റിദ്ദത്ത് എന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ റിദ്ദത്ത് ടിക്ക് ചെയ്യുക. റിദ്ദത്താണ് കൂട്ടത്തിൽപ്പെടാത്തത്. ഇനി അടുത്തത് 7, നമ്മുടെ മദ്ഹബ്. 4 മദ്ഹബ് ഉണ്ട്: ഹനഫി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഇതിൽ നമ്മുടെ മദ്ഹബ് ഏതാണ്? ശരിയായത് ഷാഫിഈ മദ്ഹബാണ്. 8, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 1 അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അത് ടിക്ക് ചെയ്യുക. കാരണം ബാക്കിയുള്ള 3 ഖലീഫമാരും ഖുലഫാ ഉർ റാഷിദുകളിൽ പെട്ടവരാണ്, ഖലീഫമാരാണ്. ഇനി 9, ജിന്നും ഷൈത്താനും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കൽ നമുക്കോ
നമുക്കെന്താണ്? ജിന്നും ഷെയ്ത്താനും ഉണ്ടെന്ന് വിശ്വസിക്കൽ 1 നിർബന്ധമാണ്, 2 നിർബന്ധമില്ല, 3 ശല്യമാണ്, അടുത്തത് പാടില്ല. ശരിയായത് നിർബന്ധമാണ്, ഒന്നാമത്തേതാണ്. നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇനി അടുത്തത് 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എത്ര വിഭാഗമായി വേർതിരിയും? ഓപ്ഷൻ 1 71, ഓപ്ഷൻ 2 23, ഓപ്ഷൻ 3 72, ഓപ്ഷൻ 4 73. ശരിയായത് ഇതിൽ 73. ഇനി 12ാമത്തെ ചോദ്യം, സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഡാഷ് എന്ന് പറയുക. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് എന്ത് പറയുക? ജിന്ന് എന്നാണോ, ഗൈബ് എന്നാണോ, കറാമത്തി എന്നാണോ? ശരിയായത് 2ാമത്തെ ഓപ്ഷനാണ് ഗൈബ്. ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കും പരീക്ഷയിൽ, ഗൈബ് എന്നതിൻ്റെ അർത്ഥം എന്ത്, അല്ലെങ്കിൽ അർത്ഥം എഴുതുക എന്നതിൽ ഗൈബ് കൊടുത്തിട്ടുണ്ടാകും. അദൃശ്യ ജ്ഞാനം എന്നാണ് ഗൈബിൻ്റെ അർത്ഥം. പരീക്ഷയിൽ വന്നാൽ നിർബന്ധമായി എഴുതണം. റിദ്ദത്ത്, അതുപോലെ തന്നെ ഇബാദത്ത്, അതുപോലെ ബിദ്അത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. തൗഹീദ്, ശിർക്ക്, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മാത്രം, നിർവചനമല്ല, വെറും അർത്ഥം മാത്രം പഠിച്ചു വെക്കുക. ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടി വരും. ഇനി 13ാമത്തെ ചോദ്യമാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ആയത്തിൽ പറയുന്ന കാര്യം എന്താണ്? ഓപ്ഷൻ 1 ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കും എന്നാണോ? അതല്ല ഖുർആനിനെ ഇറക്കിയത് അള്ളാഹു ആണ് എന്നാണോ? അതല്ല രണ്ടും ഉദ്ദേശിക്കുന്നു പറയുന്നു? ഏതാണ്? രണ്ടും ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കും, പിന്നെ അതുപോലെ ഖുർആനിനെ ഇറക്കിയത് അള്ളാഹു ആണ്, രണ്ടും പറയുന്നുണ്ട്. ഇനി 14ാമത്തെ ചോദ്യം, മദനിയായ സൂറത്തുകളുടെ എണ്ണം. അതായത് മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾക്കാണ് സൂറത്തുൽ മദനിയ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇജാസുൽ ഖുർആൻ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് എത്ര മദനിയായ സൂറത്തുണ്ട്, എത്ര മക്കിയായ സൂറത്തുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് 114, 86, 26, 28. ശരിയായത് ഏതാണ്? 28 ലാസ്റ്റ്. ഇനി 15 ദാത്ത് എന്നാൽ എന്ത്? ദാത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് സത്ത എന്നാണോ അർത്ഥം, അതോ പ്രവർത്തനങ്ങൾ എന്നാണോ, വിശേഷണങ്ങൾ എന്നാണോ? ശരിയായത് സത്ത എന്നാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത 16, സർപ്പവും വടിയും ആരുടെ മുഅ്ജിസത്താണോ? 1 ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ, 2 മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ, 3 സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ. ഇതിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്താണ് എന്ത്? വടി, സർപ്പം. വടിയിട്ടാൽ എന്താകും? അത് സർപ്പമായി മാറും. ഇനി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ പരീക്ഷയിൽ ചോദിച്ചാൽ എന്താണ്? മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു, മരിച്ച ആളുകളെ ജീവിപ്പിച്ചിരുന്നു. ഇനി 17, അൽ ഖുലഫാ ഉർ റാഷിദൂൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഡാഷ്. ഒരു ഖലീഫ കൂടിയുണ്ട്, അത് ആരാണെന്ന് എഴുതാം. ത്വൽഹ റളിയല്ലാഹു അൻഹു ആണോ, സുബൈർ റളിയല്ലാഹു അൻഹു ആണോ, അലി റളിയല്ലാഹു അൻഹു ആണോ? ശരിയായത് ഏതാണ്? അലി റളിയല്ലാഹു അൻഹു. 18, ജോസഫ് യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന ഷിർക്ക്, മുഹ്സിൻ അമ്പിയാക്കളോട്
ഔലിയാക്കളോടും നടത്തുന്ന സഹായാർത്ഥന ഷിർക്കല്ല. കാരണം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യേശുവായത് കൊണ്ട് ഷിർക്കാണ്. ഓപ്ഷൻ 2 നബിയും വലിയുമായതിനാൽ ഷിർക്കല്ല. 3 ആരാധ്യനാണെന്ന വിശ്വാസമില്ലാത്തതിനാൽ ഷിർക്കല്ല. ശരിയായത് മൂന്നാമത്തേതാണ്. ആരാധ്യനാണെന്ന വിശ്വാസമില്ലാത്തതിനാലാണ് അത് ഷിർക്കല്ലാത്തത്. ഇനി 19 മതത്തിൽ നിന്ന് പുറത്തു പോവൽ അങ്ങനെ പറയുന്ന അതൊരു അറബി വാക്കിൻ്റെ അർത്ഥമാണ്. അതേതാണ്? ബിദ്അത്ത് എന്നാണോ, കുഫർ, അതുപോലെ ഷിർക്ക്, റിദ്ദത്ത്? ഇതിൽ ശരിയായത് റിദ്ദത്ത് എന്നാണ്. മുർത്തദ്ദാവുക എന്നാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. 20 ഇവരിൽ ആരാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചത്? 1 സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, തുൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. ശരിയായത് തുൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. ഇനി 21ാമത്തെ ചോദ്യം, ബിദ്അത്തിന് ഉദാഹരണം. ബിദ്അത്തിന് ഉദാഹരണം ഓപ്ഷൻ 1 സുബഹിലെ കുനൂത്തിനെ അനാചാരമാക്കൽ. ഓപ്ഷൻ 2 പള്ളികളിൽ കാണുന്ന മിനാരങ്ങൾ. ഓപ്ഷൻ 3 തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കൽ. ഇവിടെ ഉദ്ദേശം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്തുൽ ളലാലയാണ് കേട്ടോ. പിഴച്ച ബിദ്അത്ത്. ബിദ്അത്ത് 2 വിധമുണ്ട്. അപ്പോൾ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ പൊതുവെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ കാലശേഷം എല്ലാം വന്ന കാര്യങ്ങൾക്കും ഖുർആനും സുന്നത്തിനും എതിരല്ല എന്നൊന്നും ഇവിടെ പറയണില്ല. എല്ലാത്തിനും ബിദ്അത്ത് എന്ന് തന്നെയാണ് പറയുക. പക്ഷെ അവിടെ വേർതിരിയുന്നത് ബിദ്അത്തുൽ ളലാലയും ബിദ്അത്ത് ഹസനയാകുമ്പോഴാണ്. ബിദ്അത്തുൽ ളലാല പിഴച്ച ബിദ്അത്ത്, ഖുർആനും സുന്നത്തിനും ഇതൊക്കെ എതിരായിട്ടുള്ളത്. എന്നാൽ ബിദ്അത്ത് ഹസനാണ് നല്ല കാര്യങ്ങൾ, ഖുർആനും സുന്നത്തിനും എതിരല്ല. യത്തീം കാലങ്ങൾ, മദ്രസകൾ, ഇങ്ങനെയൊക്കെയുള്ള. ഇവിടുത്തെ ബിദ്അത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ബിദ്അത്തുൽ ളലാലയാണ്. അപ്പോൾ ഇവിടെ സുബഹിലെ കുനൂത്തിനെ അനാചാരമാക്കൽ അത് മുബത്തദിയുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. അപ്പം അത് ടിക്ക് ചെയ്യുക. ഇനി 22 സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത്. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നതിനെന്താ പറയുക? ഗൈബാണ്. 2 കറാമത്ത്. ഗൈബല്ല. ശരിയായത് ഗൈബല്ല. 23 ആദ്യം ഇറങ്ങിയ ആയത്തുകളുള്ള സൂറത്ത്. സൂറത്തുൽ അലഖിലാണോ, അതോ സൂറത്തുൽ ഫാത്തിഹയിലാണോ, സൂറത്തുൽ ബഖറയിലാണോ? ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്താണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. 24 മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ബാധകമായവർ. ഓപ്ഷൻ 2 മലക്കുകളാണോ? ഓപ്ഷൻ 2 ഇല്ല, അങ്ങനെ വിഭാഗം ഇല്ല. 3 മൃഗങ്ങൾ. ഓപ്ഷൻ 4 ജിന്നുകൾ. ശരിയായത് ജിന്നുകളാണ്. നമ്മളെപ്പോലെ മതനിയമങ്ങൾ അവർക്കുമുണ്ട്. ഇത് 25 ഇത് എന്തിൽപ്പെട്ടതാണ്? ഒരു മുസ്ലിമിനെ കാഫിറാക്കൽ. അതെന്തിൽപ്പെട്ടതാ? കുഫറിൽപ്പെട്ടതാണോ, റിദ്ദത്താകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണോ, ഷിർക്കിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണോ? ഇത് റിദ്ദത്ത്, അതായത് മതത്തിൽ നിന്ന് പുറത്തു പോവുക, അങ്ങനത്തെ കാര്യത്തിൽപ്പെട്ടതാണ് മുസ്ലിമിനെ കാഫിറാക്കുക എന്നത്. അപ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 26 പള്ളികളിൽ ശബ്ദം ഉയരൽ ഡാഷ് മലയാളത്തിൽ ഖുതുബ ഓതൽ ഡാഷ് ആകുന്നു. എന്താണ്? 1 ബിദ്അത്ത് ഹറാം. 2 ഹറാം ബിദ്അത്ത്. 4 അന്ത്യനാളിൻ്റെ അടയാളം, അതുപോലെ ബിദ്അത്തും. ശരിയായത് മൂന്നാമത്തേതാണ്. കാരണം പള്ളികളിൽ ശബ്ദം ഉയരുക എന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. അതുപോലെ മലയാളത്തിൽ ഖുതുബ ഓതൽ അത് ബിദ്അത്തുമാണ്. അറബി ഭാഷയിലായിരിക്കണമല്ലോ ഖുതുബ ഓതുന്നത്.
ഷർത്തല്ലേ ഖുതുബയുടെ. ഇനി 27, ആരാണ് ഷെയ്ത്താൻമാർ? ആർക്കാണ് ഷെയ്ത്താൻമാർ എന്ന് പറയാം? അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ എന്നാണോ, പ്രത്യേക സൃഷ്ടികൾ എന്നാണോ, മലക്കുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് എന്നാണോ? ശരിയായത് മലക്കുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷെയ്ത്താൻമാർ. ഇനി 28, അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ അത്ഭുത സിദ്ധി, അതിനാണോ മാജിക് എന്ന് പറയാം, അതോ മുഅ്ജിസത്ത് എന്ന് പറയാം, അതോ ഖുർആൻ എന്ന് പറയാം? അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. 29, അൽ യൗമ അക്മൽതു ലക്കും, ഈ ആയത്ത് ഏത് സൂറത്തിൽ, എത്രാം ആയത്തിൽ? 1 അൻആം സൂറത്തിലെ 4-ാമത്തെ, അതുപോലെ മാഇദ സൂറത്തിലെ 13-ാമത്തെ ആയത്ത്, അതുപോലെ അൽ ബഖറയിലെ 205-ാമത്തെ, അതുപോലെ മാഇദ സൂറത്തിലെ 3-ാമത്തെ ആയത്ത്. ഇതിൽ ശരിയായത് ടിക്ക് ചെയ്യാനാണ്. ഇത് മാഇദ സൂറത്തിലെ 3-ാമത്തെ ആയത്താണ്. ഖുർആനിലെ അവസാനം ഇറങ്ങിയ ആയത്തും കൂടെയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം താരീഖിൽ പറയുന്നുണ്ട്, ഖുതുബത്തുൽ വിദാഇൽ അവസാനം ഇറങ്ങിയ ആയത്താണത്. ഇനി 30, ഫാത്തിഹയിൽ എത്ര ഷദ്ദുണ്ട്? ഫാത്തിഹയിലെ ഷദ്ദിൻ്റെ കണക്കാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ 14, ഓപ്ഷൻ 2 15, ഓപ്ഷൻ 3 10, ഓപ്ഷൻ 4 8. ശരിയായത് ഏതാണ്? 8 ഇനി 31-ാമത്തെ ക്വസ്റ്റ്യൻ, ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ്. ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങുന്നതിന് ഒരു പേര് പറയും. ഇസ്തിഗ്ഫാർ എന്നാണോ, ശുക്ർ എന്നാണോ, തൗബ എന്നാണോ? ആണ് തൗബ. ഇനി ചോദ്യം 32, ഏത് പ്രവാചകൻ്റെ മാതാവിന് അള്ളാഹു മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുത്തത്? ഈസാ നബിയുടേതാണോ, മൂസാ നബിയുടേതാണോ, സ്വാലിഹ് നബിയുടേതാണോ? ശരിയായത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്കാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് അറിയിച്ചു കൊടുത്ത ഗൈബിയായ കാര്യങ്ങൾ ചിലപ്പോൾ ഒക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ആ ഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇനി 33, ഗൈബ് എന്ന വാക്കിൻ്റെ അർത്ഥമായി വരുന്നത്? 1 അദൃശ്യജ്ഞാനം എന്നാണോ, വിസ്മയം എന്നാണോ, ദൃശ്യജ്ഞാനം എന്നാണോ? ഏതാണ്? അദൃശ്യജ്ഞാനം. ഫസ്റ്റ് അദൃശ്യജ്ഞാനം. ഇനി 34, പ്രാർത്ഥനയുടെ മര്യാദയാണ് ആദ്യവും അവസാനവും ഡാഷ്. ആദ്യവും അവസാനം ഹംദ് ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും, അതല്ല വുളൂ ചെയ്യുന്നത്, അതുമല്ല കൈ ഉയർത്തൽ. ഏതാണ്? ആദ്യം ഹംദും സ്വലാത്തും ചൊല്ലുന്നതാണ് പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടത്. ഇനി അടുത്തത് 35, സഹായാർത്ഥന ആരാധനയാകുന്നത് എപ്പോൾ? 1 അള്ളാഹു അല്ലാത്തവരോട് ആകുമ്പോൾ, 2 സദ്വൃത്തരെ മുൻനിർത്തി ആകുമ്പോൾ, 3 ആരാധനാണെന്ന വിശ്വാസത്തോടെ ആകുമ്പോൾ. ശരിയായത് അവസാനത്തത്. ആരാധനാണെന്ന് വിശ്വാസത്തോടെ ആകുമ്പോഴാണ് അത് എന്താവുക? ആരാധനയായി മാറുന്നത്. 26, ഇതിന് ഖുർആനിൽ നിന്ന് മുമ്പ് ഡാഷ് കിതാബുകളും ഡാഷ് ഏടുകളും ഇറക്കപ്പെട്ടു. എത്ര കിതാബുകളും എത്ര ഏടുകളാണ്? 4 കിതാബുകളും 100 ഏടുകളും എന്നാണോ, 3 കിതാബുകളും 100 ഏടുകളും എന്നാണോ, 3 കിതാബുകളും 50 ഏടുകളും എന്നാണോ? ശരിയായത് ഫസ്റ്റാണ്. 4 കിതാബുകളും 100 ഏടുകളാണ് ഇറക്കിയത്. ചോദ്യം 27, തൗഹീദിൻ്റെ സൂറത്ത് ഏത്? സൂറത്ത് യാസീനാണോ, സൂറത്ത് ഇഖ്ലാസ് ആണോ, സൂറത്തുൽ ഫാത്തിഹയാണോ? ശരിയായത് സൂറത്ത് ഇഖ്ലാസ്, തൗഹീദിൻ്റെ സൂറത്താണ്.
38. പിശാച് ചെയ്യുന്നത് എന്ത്? 1. ഇബ്ലീസിനെ സഹായിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. 3. മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു. ശരിയായത് മൂന്നാമത്തെ ഓപ്ഷൻ. മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുകയാണ് അവരുടെ പണി. ഇനി 39ാമത്തെ ചോദ്യം, മുഅ്ജിസത്ത്. എന്താ മുഅ്ജിസത്ത്? അംബിയാ എന്നാൽ കറാമത്ത്. മുഅ്ജിസത്ത് അംബിയാക്കളിൽ നിന്നാണ്, എന്നാൽ കറാമത്ത് ഏതിൽ നിന്നാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ചോദ്യം. ജിന്നുകളിൽ നിന്നാണോ കറാമത്ത് ഉണ്ടാകുന്നത്, അതോ ഔലിയാക്കളിൽ നിന്നാണോ, അതോ മലായിക്കത്തുകളിൽ നിന്നാണോ? ശരിയായത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഔലിയാക്കളിൽ നിന്നാണ് കറാമത്ത് വരിക. അത് അംബിയാക്കളിൽ നിന്നാകുമ്പോൾ അതിന് പേര് മുഅ്ജിസത്ത് എന്നായി. ഇനി 40ാമത്തെ ചോദ്യം, നഹാവന്തിലെ മുസ്ലിം നായകനോട് മദീനയിൽ നിന്ന് നിർദ്ദേശം നൽകിയത് ആര്? ഓപ്ഷൻ 1 ഉമർ റളിയല്ലാഹു അൻഹു ആണോ? ഓപ്ഷൻ 2 അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ? ഓപ്ഷൻ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ? അത് ഓപ്ഷൻ 1 ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇനി 41ാമത്തെ ചോദ്യമാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകൽ. അതിന് ശരിയായ അറബി ഏതാ? റിദ്ദത്ത് എന്നാണോ, ബിദ്അത്ത് എന്നാണോ, കുഫർ എന്നാണോ? അതും ഓപ്ഷൻ 1 ആണ്, റിദ്ദത്ത്. ഇനി അടുത്തത് 42ാമത്തെ ചോദ്യമാണ്, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവന. 1. ഖുർആൻ എല്ലാ കാലക്കാർക്കും ഉള്ളതാണ്. ശരിയാണെങ്കിൽ ശരിയാക്കുക, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റിടാം. 2. ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഉള്ള ഗ്രന്ഥമാണ്. ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ തെറ്റാകണമെങ്കിൽ തെറ്റ് ചെയ്യുക. 3. ഖുർആൻ മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ ലോകാവസാനം വരെ നിലനിൽക്കും. ഇതിലേതാണ് ശരിയല്ലാത്തത്? തെറ്റായത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമാണെന്നത് തെറ്റാണ്. ഇതാണ് ശരിയല്ലാത്തത്. ഇനി 43ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. മൻ അഹദത ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ ഡാഷ്. ഫഹുവ റദ്ദുൻ. അതാണ് ശരിയായത്. 44. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കാണാൻ കഴിയാത്തവയാണ് ആര്? മലക്കുകൾ, ജിന്ന്, പിശാചുക്കൾ, അതുപോലെ കൊറോണ വൈറസ്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കാണാൻ കഴിയാത്തവരാണ് ആര്? ജിന്ന്, പിശാചുക്കൾ. ഇനി 45ാമത്തെ ചോദ്യമാണ്, ആദ്യം ഇറങ്ങിയ ആയത്തുകളുള്ള സൂറത്ത്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ അലഖ്, സൂറത്തുൽ ബഖറ. ഓപ്ഷൻ 2 സൂറത്തുൽ അലഖ്. 46ാമത്തെ ചോദ്യം, ജിന്നും ഷെയ്ത്താനും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കൽ വാജിബ്, സുന്നത്ത്, ജായിസ്? ശരിയായത് വാജിബാണ്, നിർബന്ധമാണ്. 47ാമത്തെ ചോദ്യം, ഖുർആൻ, സുന്നത്ത്, ഇജ്മാ ഡാഷ് ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർവഹിക്കപ്പെടുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അവിടെ വിട്ടുപോയത് ഏതാണെന്ന് എഴുതുക. ഖിയാസ് എന്നാണോ, മദ്ഹബ് എന്നാണോ, സഹാബത്തിൻ്റെ പ്രസ്താവന എന്നാണോ? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇനി അടുത്തത് 48ാമത്തെ ചോദ്യം, അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം. 1 ഇഹലോകം, 2 പരലോകം, 3 സ്വർഗം. ഏതാണ് അമലുകൾക്ക് പ്രതിഫലം നൽകുന്നത്? അത് പരലോകത്ത് വെച്ചാണ്.
49-ാമത്തെ ചോദ്യം, സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഷിർക്കാണോ, കുഫറാണോ, റിദ്ദത്താണോ? അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. 49-ാമത്തെ ഉത്തരം എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഷിർക്കാണെങ്കിൽ ഷിർക്ക് എന്ന് എഴുതുക, അത് കുഫറാണെങ്കിൽ കുഫർ എന്ന് എഴുതുക, റിദ്ദത്താണെങ്കിൽ റിദ്ദത്ത് എന്ന് കമൻറ്റ് ചെയ്യുക. ആരാണ് ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്നത് നോക്കാം. 50-ാമത്തെ ചോദ്യം, ഇസ്ലാമിക ശരീഅത്തിൽ ഭേദഗതി ആവശ്യപ്പെടൽ അത് ബിദ്അത്താണോ, റിദ്ദത്താണോ, ലലാലത്താണോ? ശരിയായത് റിദ്ദത്താണ്. അപ്പോൾ നമ്മുടെ പൊതുപരീക്ഷയ്ക്കുള്ള ഈ 50 ചോദ്യങ്ങളടങ്ങുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും പറഞ്ഞു. അതിലൊന്നിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.